hello, a very warm good morning to all. ഇന്ന് 5 AM ക്ലബിൽ ഇരിക്കുന്ന എല്ലാവർക്കും a very welcome. നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴത്തെയും പോലെ ഒരു കോട്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Work hard but never forget to rest because success needs both effort and balance. നമ്മൾ വർക്ക് ഹാർഡ് ചെയ്യുക, വളരെ നന്നായിട്ട് ഡിറ്റർമിനേഷനോട് കൂടി. നിങ്ങൾ ഇപ്പോൾ ഈ രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഇത്രയും ഡിറ്റർമിനേഷനോട് കൂടി വർക്ക് ഹാർഡ് ചെയ്യുക. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ബാലൻസ് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം സക്സസിന് എന്തൊക്കെ ആവശ്യം? ബോത്ത് എഫേർട്സ് ആൻഡ് ബാലൻസ്. എഫേർട്ടും ബാലൻസിന്റെയും ആവശ്യമുണ്ട്. അപ്പൊ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, വിച്ച് ഇസ് കൺജങ്ഷൻ. കൺജങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ കൺജങ്ഷൻ എന്ന് പറയുന്നത് ഓരോ വാക്കുകൾ തമ്മിൽ ചേർപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻ കൊണ്ടുവരുന്ന 2-3 വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മുടെ ഈ കോട്ട് തന്നെ നമുക്ക് നോക്കാം. വർക്ക് ഹാർഡ് ബട്ട് നെവർ ഫൊർഗെറ്റ് ടു റെസ്റ്റ്. പക്ഷേ നമ്മൾ വർക്ക് ഹാർഡ് ചെയ്യണം, പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ റെസ്റ്റ് എടുക്കാൻ മറക്കരുത്. അപ്പൊ എന്താണ് ഈ വർക്ക് ഹാർഡും നെവർ ഫൊർഗെറ്റ് ടു റെസ്റ്റ് എന്ന് പറയുന്ന ഈ 2 ഫ്രേസുകളെ യോജിപ്പിക്കാൻ ഞാൻ എന്തുപയോഗിച്ചു? ബട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേർഡ് ഉപയോഗിച്ചു. ഇതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഈ വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സക്സസ് നീഡ്സ് ബോത്ത് എഫേർട്ട് ആൻഡ് ബാലൻസ്. ഇവിടെ ബോത്തും ആൻഡും എന്തായിട്ട് നിൽക്കുക? കൺജങ്ഷൻ ആയിട്ട് ആ ഒരു സെന്റൻസിൽ എന്തിന്? സക്സസിനെയും എഫേർട്ടിനെയും ബാലൻസിനെയും ഒക്കെ ചേർക്കാനായിട്ട്, അവരെ ഒന്ന് റിലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺജങ്ഷന്റെ മീനിങ് നോക്കിയോ. വേർഡ്സ് ദാറ്റ് ജോയിൻ ഫ്രേസസ്, ക്ലോസസ് ഓർ വേർഡ്സ് വിത്തിൻ എ സെന്റൻസ്. ഒരു സെന്റൻസിനുള്ളിലെ വാക്കുകളെയോ അല്ലെങ്കിൽ ഫ്രേസസ് എന്ന് പറയുന്നത് സെന്റൻസ് തന്നെയാണ്, ക്ലോസുകളെയോ ചേർക്കുന്ന കുറച്ച് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കൺജങ്ഷൻ, ഇംഗ്ലീഷിലെ കൺജങ്ഷൻ 3 ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കോറിലേറ്റീവ് കൺജങ്ഷൻ ആൻഡ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, correlative conjunction and subordinating conjunction. അപ്പോൾ ഇതിനകത്ത് ഈ ഓരോ ടേംസിനകത്തും വരുന്ന കൺജങ്ഷൻസ് ഏതാണ്? അവരുടെ യൂസസ് എങ്ങനെയാ വരുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് അവരെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുമ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഓക്കെ, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം. നമുക്ക് ഒരുപാട് എന്താ പറയുക, ആരാധന ഉണ്ടാവും. മമ്മൂട്ടി, മോഹൻലാൽ, വിജയ്, സൂര്യ, ധനുഷ്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഒരു ഫാൻ ബേസ് ഉണ്ടാവും. ആ ഒരു ഇത് ആലോചിച്ചിട്ട് ആ വാക്ക് പഠിക്കുക. ഫാൻ ബോയ്സ് എന്താണ്? കൺജങ്ഷന്റെ ആദ്യത്തെ കോർഡിനേഷൻ കൺജങ്ഷൻ പഠിക്കാനുള്ള കുറുക്ക് വഴിയാണെന്ത്? ഫാൻ ബോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഫാൻ ബോയ്സിനകത്ത് ആദ്യം വരുന്നതാണ് ഫോർ. എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നതാണ് ഫോർ എന്ന് പറയുമ്പോൾ ഒരു റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പേർപ്പസ് നമുക്ക് കാണിച്ചു തരാനോ ആണ് ഈ ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് യൂസ് ചെയ്യുന്നത്? ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എ എന്ന് പറയുന്നത് ആൻഡ് ആണ്. എന്താണ്? ആൻഡ്. 2 വാക്കുകളെ ഒരുമിപ്പിക്കുക. നമ്മൾ ആദ്യത്തെ ആ ഒരു കോട്ടിൽ കണ്ടു എന്ത്? ബോത്ത് എഫേർട്ട് ആൻഡ് ബാലൻസ് എന്ന് നമ്മൾ കണ്ടു. എഫേർട്ടും ബാലൻസും, ആ 2 വാക്കുകളെ ഒരുമിപ്പിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഈ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്തു. അതുപോലെയാണ് ഇവിടെ ഫാൻ ബോയ്സിലെ ആൻഡ്. ഓക്കെ, എന്ത്? 2 വാക്കുകളെ ഒരുമിപ്പിക്കുകയാണ്. ആൻഡ് ഇവിടെ എൻ എന്ന് പറയുന്നത് നോട്ടിന്റെ നെഗറ്റീവ്, ഒരു നെഗറ്റീവ് ഭാഗം, ഒരു കോൺട്രഡിക്റ്റിംഗ്, ഒരു ഓപ്പോസിറ്റ് ആണ് ഇവിടെ നോർ എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവിടെ അടുത്തതാണെങ്കിലോ ബട്ട്. ഇറ്റ് ഈസ് ബട്ട് എന്ന് പറയുമ്പോൾ എന്താ? അതും ഒരു കോൺട്രഡിക്ഷൻ. ഞാൻ വീണ്ടും കാണിച്ചു തരാം. അവിടെ വർക്ക് ഹാർഡ് പക്ഷേ, ബട്ട് അവിടെ എന്ത് വന്നു? ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ വന്നു. വർക്ക് ഹാർഡ് ചെയ്യാം പക്ഷേ, അവിടെ എന്താ? ഒരു കോൺട്രഡിക്ഷൻ, അവിടെ ഒരു ഓപ്പോസിറ്റ് ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടത്? യു നീഡ് ടു റെസ്റ്റ് ആസ് വെൽ.
അത് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അടുത്തൊന്ന് നോക്കിയോ, നമ്മുടെ ഓ ആണെങ്കിലോ ഓർ, അവിടെയും എന്താ ഇതല്ലെങ്കിൽ അത്, അതല്ലെങ്കിൽ ഇത് എന്ന് നമ്മൾ പറയുന്നില്ല, ആ ഒരു ഓർ, അവിടെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്ന കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് വൈയില് ഇറ്റ് ഇസ് യെറ്റ്. എന്താണ് യെറ്റ്? യെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെയാണ് യെറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ സെന്റൻസിലോട്ട് എക്സാമ്പിളിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സോ. സോ എന്ന് പറയുന്നത് ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ഒരു റിസൾട്ട് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ സോ എന്ന് പറയുന്ന കൺജങ്ഷൻ. ഓക്കെ ആണോ ഇത്രയും? അപ്പോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എന്താ നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്, ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ് നമ്മൾ ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടത്. അതിനകത്ത് ഓരോ വാക്കിലും ഓരോ വേർഡ്സ് ഒളിഞ്ഞു കിടപ്പുണ്ട്, ഓരോ ലെറ്റേഴ്സിലും ഓരോ വേർഡ്സ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ദാ ഫോറിന്, എഫിനാണെങ്കിൽ എന്താ ഫോർ വരുന്നുണ്ട്, എഫിനാണെങ്കിൽ ഫോർ വരുന്നുണ്ട്, എക്ക് ആൻഡ്, എന്നിന് നോർ, ബി ബട്ട്, ഓ ഓർ, വൈ യെറ്റ് ആൻഡ് എസ് സോ. ഓക്കെ, അങ്ങനെ ഓരോ ലെറ്റേഴ്സിനും ഓരോ വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഫാൻ ബോയ്സിനകത്ത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഗ്യാങ് നെയിം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഓരോ ലെറ്റേഴ്സിന്റെ ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾ ഒരു പുതിയ പേരുണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണിത്. ഇവര് 7 പേരും ഫ്രണ്ട്സ് ആണ്. ആ 7 ഫ്രണ്ട്സ് തമ്മിൽ ഒരു ഗ്യാങ് ഉണ്ടാക്കി, ആ ഗ്യാങ്ങിന്റെ പേരാണ് ഫാൻ ബോയ്സ്. ആ ഫാൻ ബോയ്സിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ആൻഡ് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഫോർ, ഞാൻ പറഞ്ഞു ഫോർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു റീസൺ കാണിച്ചു തരാനാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുക. നോക്കിക്കോ, ഷീ ബ്രോട്ട് an umbrella for it looked like it might rain. അവൾ കൊട കൊണ്ടുവന്നു. എന്തിന്? ഒരു റീസൺ ചോദിക്കാണ്. എന്തിന്? മഴ പെയ്യുമെന്ന് തോന്നിയത് കൊണ്ട് അവൾ കുട കൊണ്ടുവന്നു. ആ ഒരു എന്താ പറയുക, ആ ഒരു റീസൺ, അതിനെയാണ്, ആ ഒരു പേർപ്പസിനാണ് നമ്മൾ അവിടെ ഫോർ എന്ന് പറയുന്ന കൺജങ്ഷൻ യൂസ് ചെയ്തത്. ഓക്കെ, അടുത്തൊന്ന് നോക്കിയോ, ആൻഡ്. ഇവിടെ ഹി പ്ലേസ് ഗിറ്റാർ ആൻഡ് സിങ്സ് ബ്യൂട്ടിഫുള്ളി. അവൻ ഗിറ്റാറും വായിക്കും പാട്ട് പാടുകയും ചെയ്യും. ആ 2 കാര്യങ്ങളെ, 2 ആക്ഷനെ ഒരുമിച്ച് കൊണ്ടുവരികയാണ് എന്ത്, ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഷീ ഡസന്റ് ലൈക്ക് കോഫി nor does she enjoys tea. അവൾക്ക് ടീയും ഇഷ്ടമല്ല, അതുപോലെ തന്നെ കോഫിയും ഇഷ്ടമല്ല. ആ ഒരു നെഗറ്റീവ്, അവൾ ചെയ്യില്ല അല്ലെങ്കിൽ കുടിക്കില്ല എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് ആണ് ഇവിടെ നോർ എന്ന് പറയുന്ന കൺജങ്ഷൻ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ബട്ട്. ഐ വാണ്ടഡ് ടു ഗോ ടു ദ പാർട്ടി. എനിക്ക് പാർട്ടിക്ക് പോണായിരുന്നു, ബട്ട് പക്ഷേ ഐ ഹാഡ് ടു മച്ച് വർക്ക്. എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ, പാർട്ടിക്ക് പോകണം, ചില്ല് ചെയ്യണം, പക്ഷെ എന്ത് പറ്റി, ഒരുപാട് വർക്ക് ഉണ്ട്. പക്ഷെയാണ് ഇവിടെ ബട്ട് എന്ന് പറയുന്ന വാക്ക് നമുക്ക് കാണിച്ചു തരിക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഓർ. വുഡ് യു ലൈക്ക് ടീ ഓർ കോഫി? ഇവിടെ ടീ വേണോ കോഫി വേണോ ഒന്ന് ചോദിക്കുന്നതാണ്. ഇതാണോ അതാണോ വേണ്ടത് എന്ന് ചോദിക്കുന്നതാണ് എന്ത്, ഓർ എന്ന് പറയുന്ന കൺജങ്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, യെറ്റ്. ഹി ഈസ് വെരി റിച്ച് യെറ്റ് ഹി ലിവ്സ് എ സിമ്പിൾ ലൈഫ്. അവൻ ഒരുപാട് റിച്ച് ആണ്, എന്നിരുന്നാലും അവൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. ആ ഒരു സിംപ്ലിസിറ്റിയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ആ യെറ്റ് എന്ന് പറയുന്ന കൺജങ്ഷൻ. അപ്പൊ എന്താ, അവൻ വളരെ റിച്ച് ആണ്, എന്നാലും അവൻ വളരെ സിമ്പിൾ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. സോ ദ ലാസ്റ്റ് വൺ നോക്കിക്കോ, ഇറ്റ് വാസ് റെയിനിങ് സോ വി സ്റ്റേഡ് ഇൻസൈഡ്. ആ മഴയുടെ ഒരു റിസൾട്ട് ആയിട്ട് വന്നതാണ് എന്ത്, അവര് വീട്ടിനകത്തിരുന്നത്. ഇറ്റ് വാസ് റെയിനിങ്, അതുകൊണ്ട് സോ ഞങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ ഓരോ കൺജങ്ഷൻസും. അവരുടെ എന്താ നമ്മൾ നോക്കേണ്ടത്, അവരുടെ ഓരോ പേർപ്പസും നമ്മൾ നോക്കിയിരിക്കണം. ഏത് സമയത്താണ് അത് ഉപയോഗിക്കുക എന്നൊക്കെ നോക്കിയിരിക്കണം. അത് പഠിക്കാനുള്ള, ഓരോ കൺജങ്ഷനും പഠിക്കാനുള്ള എളുപ്പ വഴി എന്തായിരുന്നു, ഫാൻ ബോയ്സ് എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും എളുപ്പ വഴി. ഓക്കെ ആണോ? അപ്പൊ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹി wanted to go to the movie. He wanted to go to the movie dash he had already promised to attend the meeting. അവന് മൂവിക്ക് പോണമായിരുന്നു, പക്ഷേ അവൻ എന്ത് ചെയ്തു, നേരത്തെ മീറ്റിങ്ങിന് പോകാമെന്ന് പ്രോമിസ് ചെയ്തു, പക്ഷേ അതാ വന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും, ഇറ്റ്സ് ബട്ട്. എന്താണ്, ബട്ട്.
രണ്ടാമത്തെ നോക്കിയോ, ഷീ വാസ് ടയേർഡ് ഡാഷ് ഷീ ഫിനിഷ്ഡ് ഓൾ ഹർ വർക്ക് ബിഫോർ സ്ലീപ്പിംഗ്. അവൾ ടയേർഡ് ആയിരുന്നു, എന്നിരുന്നാലും അവൾ എന്ത് ചെയ്തു, അവളുടെ വർക്ക് മൊത്തം അവള് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവിടെ ബിക്കോസ് യെറ്റ് വൈൽ ഓൾസോ ഏതായിരിക്കും വരിക, നമ്മൾ പറഞ്ഞു എന്നിരുന്നാലും അവൾ അത് കംപ്ലീറ്റ് ചെയ്തു. സോ ദ ആൻസർ വിൽ ബി യെറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് കമന്റ് ബോക്സിൽ എല്ലാവരുടെയും ആൻസർ ഞാൻ എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, നോക്കിയോ, യു ക്യാൻ ഹാവ് ടീ ഡാഷ് കോഫി ബട്ട് നോട്ട് ബോത്ത്. നിങ്ങൾക്ക് ടീ അല്ലെങ്കിൽ കോഫി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ രണ്ടും പറ്റില്ല. അപ്പൊ ഇവിടെ ആൻഡ് ഓർ സോ ഫോർ ഏത് കൺജങ്ഷൻ ആണ് വരുന്നതെന്ന് ഡു കമന്റ്. ഓക്കെ, അപ്പോ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യണ്ട, അടുത്ത ഇതിലോട്ട് നോക്കാം. അടുത്ത കൺജങ്ഷൻ എന്താന്ന് നോക്കാം, വിച്ച് ഇസ് കോറിലേറ്റീവ് കൺജങ്ഷൻ. കോറിലേറ്റീവ് കൺജങ്ഷൻ നമ്മൾ നോക്കുമ്പോൾ കാണാം ഓരോരുത്തരും പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ഓരോ പെയർ ഉണ്ട്. ഈതറിന് ഓർ ഉണ്ട്, നീതറിന് നോർ ഉണ്ട്, ബട്ടിന് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അങ്ങനെ എല്ലാവർക്കും ഓരോ പെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ് ആര്, ഈ കോറിലേറ്റീവ്. എല്ലാവരും റിലേഷനിലാണ്. അപ്പൊ അവരെന്താ, പെയർ ആയിട്ടേ നിൽക്കുള്ളൂ, കപ്പിൾ ആയിട്ടേ നിൽക്കുള്ളൂ. അപ്പൊ കോറിലേറ്റീവ് എന്ന് പറയുന്നതിന് എപ്പോഴും രണ്ട് എന്ത് കാണും, വേർഡ്സ് വിച്ച് കണക്ട് സെന്റൻസ് അത് കാണും. അപ്പൊ ഇത് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, എന്റെ വീട്ടില് 4 മെമ്പേഴ്സ് ആണുള്ളത്. ഞാൻ, അമ്മ, അപ്പൻ, അമ്മമ്മ. ഓക്കെ, അപ്പൊ ഒരു ദിവസം രാവിലെ അമ്മ വന്നിട്ട് ചോദിക്കുക, എല്ലാവരോടും വന്ന് ചോദിച്ചു, ഇന്ന് പുട്ട് വേണോ അതോ ദോശ വേണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പുട്ടായാലും ദോശയായാലും ഞാൻ ഓക്കെയാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, പുട്ടല്ലെങ്കിൽ ദോശ, എനിക്ക് ഏതായാലും ഓക്കെയാ. അപ്പൊ ഞാൻ പറയുന്നു either പുട്ട് ഓർ ദോശ, either പുട്ട് ഓർ ദോശ. ഞാൻ ദോശയോ പുട്ടോ എന്താ വെച്ചാ ഞാൻ കഴിക്കാം, എനിക്ക് കഴിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറയാണ്. അപ്പൊ എന്റെ അമ്മമ്മ ഇച്ചിരി കലിപ്പാട്ടോ. അപ്പൊ അമ്മമ്മ പറയാ, എന്താ, എനിക്ക് പുട്ടും വേണ്ട ദോശയും വേണ്ട, എനിക്ക് രണ്ടും വേണ്ട എന്ന് പറയാണ്. അപ്പൊ എന്താ പറയാ, ഐ വോണ്ട് neither പുട്ട് നോർ ദോശ, ഐ വോണ്ട് neither പുട്ട് നോർ ദോശ, എനിക്ക് രണ്ടും വേണ്ട എന്നാണ് ആ കലിപ്പത്തി പറയുന്നത്. രണ്ടും വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും താ എന്നാ പറയുന്നത്. ആൻഡ് എന്റെ അപ്പനാണെങ്കിലോ, എനിക്ക് രണ്ടും വേണം, പുട്ടും വേണം ദോശയും വേണം, എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പൊ ബോത്ത് പുട്ട്, അപ്പോ ഹി വാണ്ടഡ് ബോത്ത് പുട്ട് ആൻഡ് ദോശ. അപ്പൊ എന്താ, രണ്ടും വേണം എന്നാണ് പറഞ്ഞത്. അപ്പോ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചോ. ഞാൻ പറഞ്ഞു ഐ വോണ്ട് either പുട്ട് ഓർ ദോശ, ഏതെങ്കിലും ഒന്ന്, ഏതായാലും എനിക്ക് കുഴപ്പമില്ല, അത് അല്ലെങ്കിൽ ഇത്. അതാണ് either ഓർ എന്ന് പറയുന്ന കൺജങ്ഷൻ മീൻ ചെയ്യുന്നത്. അപ്പൊ എന്റെ അമ്മാമ്മ എന്താ പറഞ്ഞേ, എനിക്ക് രണ്ടും വേണ്ട, കലിപ്പത്തി, എനിക്ക് രണ്ടും വേണ്ട, ഐ വോണ്ട് neither പുട്ട് നോർ ദോശ, അതും വേണ്ട ഇതും വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ അപ്പൻ എന്താ പറഞ്ഞേ, അപ്പം പറഞ്ഞു എന്താ, എനിക്ക് രണ്ടും വേണം, ഐ വോണ്ട് ബോത്ത് പുട്ട് ആൻഡ് ദോശ, അതും വേണം ഇതും വേണം, അതും ഇതും. അപ്പൊ അതാണ് ബോത്തും ആൻഡും. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. അമ്മ എന്ത് ചെയ്തു, പുട്ടും ഇല്ല ദോശയില്ല, രണ്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ there will be not only put, അപ്പോ എന്താ പറഞ്ഞ, പുട്ടും ഇല്ല, not only put but also ദോശ, പുട്ടും ഇല്ല എന്തും ഇല്ല ദോശയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഉണ്ടാക്കും. whether you eat or not, I will make something that I like. അമ്മ എന്താ പറഞ്ഞേ, I will make something that I like whether you eat or not. നിങ്ങൾ കഴിച്ചാലും ഇല്ലെങ്കിലും, ചെയ്താലും ഇല്ലെങ്കിലും, whether you eat or not. അപ്പോ കഴിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. രാവിലെ തൊട്ടേ വീട്ടിലടിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഈ 5 ഒന്ന് നോക്കിക്കോ. ഞാൻ എന്താ പറഞ്ഞേ, എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണോ ചോദിച്ചപ്പോ എനിക്ക് പുട്ടായാലും ദോശയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കഴിച്ചാൽ മതി എന്നായിരുന്നു ഞാൻ. either പുട്ട് ഓർ ദോശ, അത് അല്ലെങ്കിൽ ഇത്. അപ്പൊ എന്റെ അമ്മാമ്മ എന്താ പറഞ്ഞ, എനിക്ക് രണ്ടും വേണ്ട, neither ദോശ നോർ പുട്ട്, രണ്ടും വേണ്ട. ആൻഡ് അപ്പൻ എന്താ പറഞ്ഞ, രണ്ടും വേണം, ബോത്ത് പുട്ട് ആൻഡ് ദോശ. അപ്പോ അമ്മ എന്താ പറഞ്ഞ, നിങ്ങൾക്ക് പുട്ടും ഇല്ല ദോശയില്ല, നോട്ട് ഓൺലി പുട്ട് ബട്ട് ഓൾസോ ദോശ, രണ്ടും തരത്തില്ല. ആൻഡ് അവസാനം എന്താ, അമ്മ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കും, whether you eat or not. നിങ്ങൾ കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കും. അപ്പൊ എന്താ സംഭവിച്ചേ, ഞങ്ങൾ എല്ലാവരും ശരി ഉണ്ടാക്കുവാണല്ലോ, ഉണ്ടാക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരെ എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും ഫ്രഷ് ആവാനൊക്കെ പോയി, പല്ല് തേക്കാത്തവർ പല്ല് തേക്കാനൊക്കെ പോയി. അതിനുശേഷം ഞങ്ങളൊന്ന് ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന ഉടനെ അമ്മ എന്ത് കൊണ്ടുവന്നു, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു.
no sooner we sat on the table അല്ലെങ്കിൽ no sooner we sat in then mother came. അപ്പൊ അവിടെ എങ്ങനെയാ വരിക? no sooner we sat in than mother came. ഞങ്ങൾ ഇരുന്ന ഉടനെ ആര് വന്നു? അമ്മ വന്നു. എന്തോന്നും കൊണ്ടുവന്നു? ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ എന്താ ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്യണം, എന്താ കൊണ്ടുവന്നേ നോക്കാനാണ്. പുട്ടാണോ ദോശയാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ? തുറന്നപ്പോ എന്താ കണ്ടത്? അപ്പമാണ് കണ്ടത്. ഗൈസ് കണ്ടത്. അപ്പൊ എന്താ അപ്പം കണ്ടപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഐ റാദർ പ്രിഫേർഡ് ദോശ. എനിക്ക് അപ്പത്തിനേക്കാളും ദോശയായിരുന്നു കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നിയത്. അപ്പോ ഐ പ്രിഫേർഡ് ദോശ റാദർ ദാൻ എന്ത്? അപ്പം. അപ്പൊ ഞാൻ ഇവിടെ എന്താ പറഞ്ഞ? ഇതിനേക്കാളും അതായിരുന്നു എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. ഇതിനേക്കാളും അതാണ് ഇവിടെ റാദർ ദാൻ എന്ന് പറയുന്നത്. ഐ പ്രിഫേർഡ് ദോശ റാദർ ദാൻ അപ്പം. അങ്ങനെ ഒരിത്. അപ്പൊ അമ്മ പറയാണ്, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ഉണ്ടാക്കി? അപ്പം ഉണ്ടാക്കി. അപ്പൊ അമ്മ എന്താ പറഞ്ഞേ? യു പീപ്പിൾ ക്രിയേറ്റ് സച്ച് എ ഡിസാസ്റ്റർ ദാറ്റ് ഐ മെയ്ഡ് അപ്പം. അപ്പൊ എന്താ പറഞ്ഞേ? സച്ച് എ ഡിസാസ്റ്റർ. അത്രയും കുഴപ്പം ഉണ്ടാക്കിയപ്പോ ഞാൻ എന്താ ചെയ്തത്? ഞാൻ എന്തുണ്ടാക്കി? അപ്പം ഉണ്ടാക്കി. സച്ച് ദാറ്റ് ഐ മെയ്ഡ് അപ്പം. അപ്പൊ എന്താണ്? ആ ഒരു കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പം ഉണ്ടാക്കി. അപ്പോ എന്താണ്? നിങ്ങൾ അത്രത്തോളം ഡിസാസ്റ്റർ ഉണ്ടാക്കിയത് കൊണ്ട് ഐ മെയ്ഡ് അപ്പം ആസ് മച്ച് ആസ് ഐ ക്യാൻ. അപ്പോ അത്രത്തോളം ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് ഐ മെയ്ഡ് അപ്പം ആസ് മച്ച് അല്ലെങ്കിൽ ആസ് മെനി ആസ് ഐ ക്യാൻ. അപ്പൊ എനിക്ക് പറ്റുന്ന അത്രയും അപ്പം ഞാൻ ഉണ്ടാക്കി എന്നാ പറഞ്ഞേ. അപ്പോ ആ ഒരു സ്റ്റോറി വെച്ച്, ഈ ഒരു എന്റെ വീട്ടിൽ നടന്ന ഈ ഒരു ബഹളം വെച്ചിട്ട് നിങ്ങൾ എന്താ പഠിച്ചത്? ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ അങ്ങ് പഠിച്ചു തീർത്തു അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ഒരു 5 എണ്ണം കണ്ടു. അപ്പൊ ബാക്കി ഒന്നുകൂടെ നോക്കിക്കോ. 6 തൊട്ട് 9 വരെ ഒന്നുകൂടെ നോക്കിക്കോ. നോ സൂണർ ദാൻ. ഞങ്ങൾ എല്ലാവരും എന്താ ഒന്ന് ഫ്രഷ് ആയി വന്ന് ടേബിളിൽ ഇരുന്ന് ഉടനെ ഒരു കാര്യം സംഭവിച്ച അപ്പോ തന്നെ അടുത്തൊരു കാര്യവും സംഭവിച്ചു. എന്ത്? അമ്മ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നു. ആസ് സൂണർ അല്ലെങ്കിൽ നോ സൂണർ വി സാറ്റ് ഇൻ then mother came with the breakfast. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് തുറന്നു എന്താ കണ്ടത്? അപ്പം കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഐ പ്രിഫർ ദോശ റാദർ ദാൻ അപ്പം. എനിക്ക് അപ്പത്തിനേക്കാളും ദോശയായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ എന്താ പറഞ്ഞേ? യു പീപ്പിൾ മെയ്ഡ് സച്ച് എ ഡിസാസ്റ്റർ സോ ദാറ്റ് ഐ മെയ്ഡ് അപ്പം എന്നാണ് പറഞ്ഞത്. അപ്പോ സച്ച് ദാറ്റ് ആൻഡ് ഹൗ മച്ച് ഷീ മെയ്ഡ് ആസ് മെനി ആസ് ഷീ കുഡ്. അമ്മയ്ക്ക് പറ്റുന്ന അത്രയും അപ്പം അമ്മ ഉണ്ടാക്കി. എത്ര കൗണ്ട്? ആ കൗണ്ടബിലിറ്റി ആണ് ഇവിടെ ആസ് മച്ച് ആസ് അല്ലെങ്കിൽ ആസ് മെനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ നമ്മുടെ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഏതാണെന്ന്. ഈദർ ഓർ, ഇത് അല്ലെങ്കിൽ അത്, അതാണ് ഫസ്റ്റ് വൺ. നീദർ നോ, ഇതും വേണ്ട അതും വേണ്ട. ബോത്ത് ആൻഡ്, അതും വേണം ഇതും വേണം. 2 സാധനങ്ങൾ ഒരുമിച്ച് വേണം. അടുത്ത നോക്കിക്കോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പോ അതും വേണ്ട അല്ലെങ്കിൽ ഇതും വേണ്ട. ഇതും കിട്ടത്തില്ല അതും കിട്ടത്തില്ല, രണ്ടും കിട്ടത്തില്ല. ആ ഒരു ഇതാണ് ഇത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്നത്. വെദർ ഓർ, ചെയ്താലും ഇല്ലെങ്കിലും, അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും, അതാണ് വെദർ ഓർ. നോ സൂണർ ദാൻ. നോ സൂണർ ദാൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ ഉടനെ അടുത്ത് തുടങ്ങി, അല്ലെങ്കിൽ ഒരുമിച്ച് 2 കാര്യങ്ങൾ തീരാനും തുടങ്ങാനും തുടങ്ങി. അതാണ് അവിടെ നോ സൂണർ ദാൻ എന്ന് പറയുന്നത്. ആൻഡ് റാദർ ദാൻ, ഇത് വേണ്ടായിരുന്നു മറ്റേത് മതിയായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് എന്താ? റാദർ ദാൻ എന്ന് പറയുന്ന കൺജങ്ഷൻ. ആൻഡ് സച്ച് ദാറ്റ് എന്ന് പറയുന്ന എന്താ? നിങ്ങൾ അത്രത്തോളം പ്രശ്നം ഉണ്ടാക്കി, അപ്പൊ ഇത് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഞാൻ എന്താ? സച്ച് ദാറ്റ് ഐ മെയ്ഡ് ദിസ് തിങ്. അപ്പം ആ ഒരു റിസൾട്ട് ഇവിടെ സച്ച് ദാറ്റ് പറയുന്നു. ആൻഡ് ആസ് മെനി ആസ്, ആ ഒരു കൗണ്ടബിലിറ്റി ആണ് ആസ് മെനി ആസ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു സ്റ്റോറി ഒന്ന് ബിൽഡപ്പ് ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓക്കെ ഇത് കൊള്ളാലോ, ഇങ്ങനെ പഠിക്കാം, അപ്പൊ ഓർമ്മയിലിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ഷീ ഈസ് ഡാഷ് ഇന്റലിജന്റ് ഡാഷ് ഹാർഡ് വർക്കിംഗ്. അപ്പോ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഷീ ഈസ് ബോത്ത് ആൻഡ് വരുമോ? ഈദർ ഓർ, നീദർ നോർ, നോട്ട് ഓൺലി ഓർ, അതാ വരിക. അപ്പം ഇവിടെ 2ആണ്. ആ പെൺകുട്ടി ഇന്റലിജന്റും ആണ് ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും 2 കാര്യങ്ങൾ ആ പെൺകുട്ടിക്കുള്ളത് കൊണ്ട് ബോത്തും ആൻഡും ആയിരിക്കും വരിക. ഷീ ഈസ് ബോത്ത് ഇന്റലിജന്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് എന്നായിരിക്കും വരിക. അടുത്ത നോക്കിക്കോ, യു മസ്റ്റ് ഡാഷ് ഒബേ ദ റൂൾസ് ഡാഷ് ലീവ് ദ പ്രമിസസ്. അപ്പൊ എന്താണ്? ഒന്നിൽ അത് അല്ലെങ്കിൽ ഇത്, ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ either or, both and, neither no, not only and, ഏതാണ് വരുന്നത് എന്നാണ് നോക്കേണ്ടത്. യു മസ്റ്റ്
either obey. ഒന്നിനും നിങ്ങൾ ഞങ്ങൾ പറയുന്ന അനുസരിക്കണം, അല്ലെങ്കിൽ or leave the premises. ഇവിടെ വിട്ട് പോണം. അപ്പോ either or അതാണ് ഇവിടെ വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ഇത് നിങ്ങൾക്കുള്ളതാണ് ആൻസർ ചെയ്യാൻ. നോക്കിക്കോ, dash the manager dash his assistant was available at the office. അപ്പോ രണ്ടുപേരും അവൈലബിൾ ആയിരുന്നോ ഇല്ലയോ, രണ്ടുപേരും ഒരുമിച്ചാണോ, രണ്ടുപേരും എങ്ങനെയാണോ അവൈലബിലിറ്റി എന്നാണ് ഇവിടെ നോക്കേണ്ടത്. നോട്ട് ഓൺലി ആൻഡ് ആണോ, either and, neither, no, both or, അവിടെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് കൺജങ്ഷൻ നോക്കാം, വിച്ച് ഇസ് ദി സബോർഡിനേറ്റ് കൺജങ്ഷൻ. എന്താണ് സബോർഡിനേറ്റ് കൺജങ്ഷൻ? ഫാൻ ബോയ്സ് പോലെ തന്നെ സബോർഡിനേറ്റ് കൺജങ്ഷൻ പഠിക്കാനും നമ്മുടെ കയ്യിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എ വൈറ്റ് ബസ്. എന്താണുള്ളത്? എ വൈറ്റ് ബസ്. അവിടെ ഓരോ ലെറ്റേഴ്സും ഓരോ വാക്കുകൾ ഡിനോട്ട് ചെയ്തില്ലേ? ഇവിടെയും ഓരോ ലെറ്റേഴ്സും ഒന്നിലധികം വാക്കുകൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ലെറ്റേഴ്സിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. ഒന്നിലധികം വാക്ക്, ഒരെണ്ണത്തിൽ ഒന്നിലധികം വാക്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ. അപ്പോ എ വൈറ്റ് ബസ്സിലെ എക്കകത്ത് ഓൾദോ, ആഫ്റ്റർ, ആസ്. ഇതൊക്കെയാണ് ഓൾദോ, ആഫ്റ്റർ ആൻഡ് ആസ്. ഇവര് 3 പേരും ഉണ്ട്. എ എന്ന് പറയുന്ന സീറ്റിൽ ഇവര് 3 പേരും ഉണ്ട്. അതേസമയം ഡബ്ല്യു എന്ന് പറയുന്ന സീറ്റിനകത്ത് കുറച്ചധികം ആൾക്കാരുണ്ട്. നോക്കിക്കോ, വെൻ, വെനെവർ, വെയർ, വെറെവർ ആൻഡ് വൈൽ. ഓക്കെ, അങ്ങനെ എത്ര പേരാ? 5 പേരാണ് ഡബ്ല്യു എന്ന് പറയുന്ന സീറ്റിൽ ഇരിക്കുന്നത്. അപ്പോ അത് ബാക്ക് സീറ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് ദ എച്ച് എന്ന് പറയുന്നതോ ഹൗ ആൻഡ് ഹൗ എവർ ആണ് ഇരിക്കുന്നത്. ആരൊക്കെയാ? 2 പേര്, ഹൗ ആൻഡ് ഹൗ എവർ. ഐ എന്ന് പറയുന്ന ഡ്രൈവർ സീറ്റാ, ഒരാളെ ഉള്ളൂ. ആര്? ഇഫ്. എന്ത്? ഇഫ്. ഇഫ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഓക്കെ, എന്ന് മറക്കരുത്, കണ്ടീഷണൽ. ആൻഡ് അടുത്തത് ടീയിൽ നോക്കിക്കോ, 2 പേരാ, ദാൻ ആൻഡ് ദോ. ദാൻ, ദോ. ആൻഡ് ഇ എന്ന് പറയുന്ന സീറ്റിലോ ഈവൻ ഇഫ് ഉണ്ട്, ഈവൻ ദോ ഉണ്ട്. ഈവൻ ഇഫ്, ഈവൻ ദോ. ആൻഡ് ബി എന്ന് പറയുന്നതിനകത്ത് ബിഫോർ ഉണ്ട് ആൻഡ് ബിക്കോസ്. ബിഫോർ ആൻഡ് ബിക്കോസ്. ആൻഡ് യുവില് അൺടിൽ ആൻഡ് അൺലെസ്. അൺടിൽ ഉണ്ട്, അൺലെസ് ഉണ്ട്. എസ് എന്ന് പറയുന്ന സീറ്റിലാണെങ്കിലോ സോ ദാറ്റ് ആൻഡ് സിൻസ്. സോ ദാറ്റ്, സിൻസ്. ഇനി ഇവരെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇപ്പോ സമയത്തെ കുറിച്ച് പറയാണ്. വെൻ സംതിങ് ഹാപ്പൻസ്, ഏതെങ്കിലും സമയം, ആ ഒരു കാര്യം നടന്ന സമയത്തിനകത്ത് പറയുമ്പോൾ നമ്മൾ ആരെയൊക്കെയാ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആഫ്റ്ററിനെ യൂസ് ചെയ്യണം, ബിഫോറിനെ യൂസ് ചെയ്യണം ആൻഡ് വെന്നിനെ യൂസ് ചെയ്യണം. എന്ത് പറയാൻ? ടൈം പറയാനായിട്ട് നമ്മൾ ആഫ്റ്റർ, ബിഫോർ, വെൻ. ഒരു കാര്യം നടക്കുന്നതിന് ശേഷം ആൻഡ് നടക്കുന്നതിന് മുൻപ്. അത് മാത്രമല്ല, നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സമയം, അത് വെൻ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നോക്കിക്കോ. ആഫ്റ്റർ ഷീ ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ഷീ വെന്റ് ടു പ്ലേ. അവൾ ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് അവള് കളിക്കാനായിട്ട് പോയത്. അടുത്ത് നോക്കിക്കോ, ബിഫോറിൻ്റെത്. ബിഫോർ യു ലീവ് പ്ലീസ് ക്ലോസ് ദ ഡോർ. നിങ്ങൾ പോകുന്നതിന് മുൻപ് ആ കതക് ഒന്ന് അടയ്ക്കുക. ഓക്കെ, ആൻഡ് തേർഡ് വൺ വെന്നിനകത്താണെങ്കിലോ വെൻ ദ ബെൽ റിങ്സ് ദ ക്ലാസ് വിൽ എൻഡ്. ബെൽ അടിക്കുമ്പോൾ ക്ലാസ് അവസാനിക്കും. ആ ഒരു പെർട്ടിക്കുലർ ടൈമാണ് അവിടെ വെൻ എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു റീസൺ, ഒരു കാരണം. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ബിക്കോസ്. ഏത്? ബിക്കോസ് യൂസ് ചെയ്യും. ആൻഡ് സിൻസ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കോസ് അല്ലെങ്കിൽ റീസൺ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിക്കോസ് അല്ലെങ്കിൽ സിൻസ് യൂസ് ചെയ്യുന്നു. അപ്പോ ബിക്കോസ് ആണെങ്കിൽ ഐ സ്റ്റേഡ് ഹോം ബിക്കോസ് ഐ വാസ് ഇൽ. എനിക്ക് എന്താ വയ്യാത്തത് കൊണ്ട്, അത് കാരണം, ആ ഒരു റീസൺ, ആ ഒരു കോസ്, അത് കാരണം ഞാൻ എവിടെ ഇരുന്നു? വീട്ടിൽ തന്നെ ഇരുന്നു. വയ്യാത്ത കാരണം വീട്ടിലിരുന്നു. ഓക്കെ, ആൻഡ് സിൻസ് യു ആർ ഹിയർ ഏർലി ലെറ്റ്സ് സ്റ്റാർട്ട് ദി മീറ്റിംഗ്. എന്തായാലും നീ വന്നതല്ലേ രാവിലെ തന്നെ. ആ ഒരു സിൻസ് യു കെയിം ഏർലി, എന്തായാലും വന്നതല്ലേ, നേരത്തെ വന്നതല്ലേ. അപ്പൊ ആ ഒരു കോസ്, ആ ഒരു റീസൺ കാരണമാണ് നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മര്യാദയ്ക്ക് താമസിച്ച് വന്നാൽ മതിയായിരുന്നു. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടീഷൻ. കണ്ടീഷന് വേണ്ടിയിട്ട് ഏതാ വരുന്നത്? നമുക്ക് ഇഫ് ആണ് വരുന്നത്. ഏതാ വരുന്നത്? ഇഫ് ആണ് വരുന്നത്. ഇഫ് എന്ന് പറയുമ്പോ കണ്ടീഷൻ. ഇഫ് എന്ന് പറയുമ്പോ കണ്ടീഷൻ മറക്കരുത്.
ആൻഡ് ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ക്യാൻസൽ ദ പിക്നിക്. മഴ പെയ്താൽ ആ ഒരു കണ്ടീഷൻ, ആ മഴ പെയ്താൽ നമ്മൾക്ക് പിക്നിക് ക്യാൻസൽ ചെയ്യാം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇഫ് മാത്രമല്ല അൺലെസ്സും വരുന്നുണ്ട്. അൺലെസ്സും എന്തിൽ വരുന്നുണ്ട്? ആ ഒരു കണ്ടീഷനിൽ വരുന്നുണ്ട്. അതായത് അൺലെസ് യു ഹറി യു വിൽ മിസ് ദ ബസ്. നീ വേഗത്തിൽ വന്നില്ല എങ്കിൽ, അവിടെ ഒരു കണ്ടീഷൻ പറയാ, വേഗത്തിൽ വന്നില്ല എങ്കിൽ നിനക്ക് ബസ് മിസ്സാകും. ഇഫ് ആൻഡ് അൺലെസ് ആണ് കണ്ടീഷനിൽ വരുന്നത്. അടുത്തത് ഒരു ഓപ്പോസിഷൻ, ഒരു കോൺട്രാക്ട്. ആ ഒരു ഒപ്പോസിഷന് പറയുന്ന ആ ഒരു വാക്കുകൾ നമുക്ക് നോക്കാം. ഓൾദോ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ഓൾദോ. ഓൾദോ വരുന്നുണ്ട്, ഈവൻ ദോ വരുന്നുണ്ട്, ആൻഡ് ധോ വരുന്നുണ്ട്. ഓൾദോ, ധോ ആൻഡ് ഈവൻ ധോ. ഓൾദോന്റെ ഞാൻ പറയാം. ഓൾദോ ഹി വാസ് ടയേർഡ് ഹി കെപ്റ്റ് വർക്കിംഗ്. എന്താ പറയാ, അവൻ ഒരുപാട് ടയേർഡ് ആയിട്ടിരുന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലും അവൻ വർക്ക് ചെയ്യുകയാണ്, അതാണ് അവിടെ പറയുന്നത്. അതിന്റെ അടുത്ത് നോക്കിയോ, ഷീ സക്സീഡഡ് ഈവൻ ദോ ഷീ ഹാഡ് മെനി ഒബ്സ്റ്റക്കിൾസ്. അവൾക്ക് ഒരുപാട് എന്താ പറയാ ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് കാര്യങ്ങൾ അവളെ തടഞ്ഞുവെങ്കിലും അവൾ എന്ത് ചെയ്തു? അവള് സക്സീഡായി. കുറെ കാര്യങ്ങൾ അവളെ ബാക്കിലോട്ട് വലിച്ചെങ്കിലും അവൾ സക്സീഡായി എന്നാണ് പറയുന്നത്. രണ്ട് കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ധോ വെച്ച് പറയാം. ധോ ദ ടാസ്ക് വാസ് ഹാർഡ് ദേ കംപ്ലീറ്റഡ് ഇറ്റ് ഓൺ ടൈം. അപ്പൊ അവിടെ എന്താ പറയാ, ആ ഒരു ടാസ്ക് വളരെ ഹാർഡായിരുന്നു, പക്ഷെ അവര് കറക്റ്റ് സമയം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ആ ഒരു രണ്ട് ഓപ്പോസിറ്റ് സെന്റൻസസ് ആണ് അവിടെ വരിക. ആ ഒരു വർക്ക് എന്താ പറയാ ഹാർഡായിരുന്നതും അവര് സമയത്ത് കംപ്ലീറ്റ് ചെയ്തതും. ഓക്കെ, ആൻഡ് നോയിക്കോ, ഇനി ഒരു പേർപ്പസ് പറയാണ്. ഓക്കെ, ഒരു കാരണം കൊണ്ട്, ഈ ഒരു കാരണം കൊണ്ടെന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ്? സോ ദാറ്റ് ആണ് പറയുന്നത്. സോ ദാറ്റ് എന്താ? ഒരു പേർപ്പസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോ ദാറ്റ് എന്ന് പറയുന്നത്. ഹി സ്റ്റഡീഡ് ഹാർഡ് സോ ദാറ്റ് ഹി ക്യാൻ പാസ് ദി എക്സാം. അവൻ നല്ല പോലെ പഠിച്ചു. എന്തിന്? ആ ഒരു പേർപ്പസ് അവൻ ഉണ്ടായിരുന്നു. എന്ത്? എക്സാമിന് പാസ് ആകണം എന്ന് പറയുന്ന പേർപ്പസ് അവന് ഉണ്ടായിരുന്നു. ആൻഡ് കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദാൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും? ദാൻ യൂസ് ചെയ്യും. ഷീ ഈസ് സ്മാർട്ടർ ദാൻ ഹി ഈസ്. അത് എന്താ പറയാ, അവൻ അവളെക്കാളും അല്ലെങ്കിൽ അവൾ അവനേക്കാളും സ്മാർട്ടാണ് എന്ന് പറയുന്ന കമ്പാരിസൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് സബോർഡിനേറ്റ് കൺജങ്ഷൻസ് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യവും കണ്ടു. അപ്പോൾ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ഐ വിൽ വെയിറ്റ് ഡാഷ് യു റിട്ടേൺ. ഐ വിൽ വെയിറ്റ് ഡാഷ് യു റിട്ടേൺ. അപ്പോൾ സിൻസ് യു റിട്ടേൺ ആണോ, അല്ലെങ്കിൽ എന്താ അൺടിൽ യു റിട്ടേൺ ആണോ, ആൻഡ് ആണോ, സോ ആണോ? ആ വരുന്ന വരെ ഞാൻ അവിടെ നിൽക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അൺടിൽ ആണ് വരുന്നത്. ഐ വിൽ വെയിറ്റ് ഹിയർ അൺടിൽ യു റിട്ടേൺ. ആൻഡ് അടുത്ത് നോക്കിക്കോ, ഡാഷ് ഷീ വാസ് ടയേർഡ് ഷീ കെപ്റ്റ് വർക്കിംഗ് വിതൗട്ട് എ ബ്രേക്ക്. ഈ സെയിം എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ എന്താ? ഡാഷ് ഷീ വാസ് ടയേർഡ് ഷീ കെപ്റ്റ് വർക്കിംഗ് വിതൗട്ട് എ ബ്രേക്ക്. ഓൾദോ, ബിക്കോസ്, അൺലെസ്, ഇഫ്. ഇവിടെ ഓൾദോ ഷീ വാസ് ടയേർഡ്, അവൾ ടയേർഡ് ആയിരുന്നിട്ടും അവള് ബ്രേക്ക് ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, അതാണ് അവിടെ വരിക. ആൻഡ് ദ ലാസ്റ്റ് വൺ, മൂന്നാമത്തത് നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നോക്കിക്കോ, ഹി ഡിഡന്റ് കം ടു സ്കൂൾ ഡാഷ് ഹി വാസ് ഇൽ. അപ്പൊ അവൻ എന്തുകൊണ്ടാ വരാത്തത്? കാരണം ആണ് അവിടെ പറയുന്നത്. അപ്പൊ ബട്ട്, ബിക്കോസ്, ഓർ സോ ഏതാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് പ്ലീസ് ഡു കമന്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എന്താ നമ്മൾ കൺജങ്ഷൻസ് പഠിച്ചു. അതിൽ 3 നമ്മൾ പഠിച്ചു. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആൻഡ് കോറിലേറ്റീവ് കൺജങ്ഷൻ, മാത്രമല്ല സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അത് പഠിക്കാനുള്ള എളുപ്പ വഴിയും ഒരു കഥയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ അതുപോലെ എളുപ്പ വഴികൾ കണ്ടുപിടിക്കുക, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, കഥകൾ ഉണ്ടാക്കുക, നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ കോട്ടിൽ പറഞ്ഞതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. കൂടെ എന്താ നമ്മുടെ ബോഡിക്ക് നമ്മൾ റെസ്റ്റും കൊടുക്കുക. സോ ഇന്നത്തെ ദിവസം നല്ലതായിട്ട് ഭവിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്.